സപ്ലിമെൻ്റ് ആക്ച്വലി നമുക്ക് ആവശ്യമുണ്ടോ? ഈ മലയാളികൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിച്ചൊരു മേഖലയാണ് സപ്ലിമെൻറ്റേഷൻ എന്ന മേഖല. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സാമുവൽ കെ ജോർജ്. ഞാൻ കേരളത്തിലെ കണ്ണൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാനൊരു സർട്ടിഫൈഡ് ന്യൂട്രീഷൻ അഡ്വൈസറാണ്. ഞാൻ കഴിഞ്ഞൊരു 25 വർഷങ്ങളായി ഈ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസുകൾ ജനങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് എനിക്ക്. എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഈ മേഖലയിലുള്ള യാത്രയിലെ ഒരുപാട് പോയിൻറ്റ്സുകൾ മറ്റുള്ളവർ അറിയേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ, ഇത് വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണത് പലതും. അപ്പോൾ അത് നമ്മൾ എന്ത് ശ്രദ്ധിച്ചാലും നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാം എന്നുള്ള ചില ടിപ്സുകളൊക്കെ അതിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഇപ്പോൾ ഗൂഗിളും പിന്നെ യൂട്യൂബും ഒക്കെ അതുപോലുള്ള മീഡിയാസൊക്കെ നമ്മളൊന്ന് കണ്ണോടിച്ചാൽ ധാരാളം ഹെൽത്ത് ടിപ്പുകളും ഇൻഫർമേഷൻസും കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ എന്തിനാണ് ഒരു ന്യൂട്രീഷൻ അഡ്വൈസറുടെ ആവശ്യം എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടാവും. ശരിയാണത്. നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഗൂഗിളിലൂടെയും യൂട്യൂബിലൂടെയെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ധാരാളം ഡോക്ടേഴ്സ് ഉണ്ട്. പിന്നെ വളരെ വളരെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാരുടെ അഡ്വൈസ് നമുക്ക് കിട്ടുന്നുണ്ട് മീഡിയയിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ. ഇവിടെ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ ഞാൻ സംസാരിക്കുന്നത് ന്യൂട്രാസ്യൂട്ടിക്കൽസിനെ കുറിച്ചാണ്, ഫാർമസ്യൂട്ടിക്കൽസിനെ കുറിച്ചല്ല. ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്താണ്, ഫാർമസ്യൂട്ടിക്കലിനോട് ചേർന്ന് പോകേണ്ടതും ഞാൻ ജസ്റ്റ് ഓപ്പോസിറ്റും ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങളിൽ വരുന്നത് ഈ ഫാർമസ്യൂട്ടിക്കൽസ് ന്യൂട്രാസ്യൂട്ടിക്കൽസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ആ ഡിഫറൻസ് നമ്മളൊന്ന് മനസ്സിലാക്കുക. പിന്നെ ന്യൂട്രാസ്യൂട്ടിക്കൽസ് നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ന്യൂട്രീഷണൽ ഫുഡ് സപ്ലിമെൻറ്റ്സ് ആണ് മിക്കവാറും. പിന്നെ ന്യൂട്രീഷണൽ ഫുഡാണ്. അപ്പോൾ ന്യൂട്രീഷണൽ ഫുഡും പിന്നെ നല്ല ഹെൽത്തി ന്യൂട്രീഷണൽ ഫുഡ് എങ്ങനെ സെലക്ട് ചെയ്യാം, എങ്ങനെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാം, എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഡയറ്ററി സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ ഫുഡ് സപ്ലിമെൻറ്റ്സ് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫുഡ് സപ്ലിമെൻറ്റ്സ് നമുക്ക് ആവശ്യമുണ്ടോ. ഈ ഫുഡ് സപ്ലിമെൻറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ തന്നെ അതെങ്ങനെ നമുക്ക് ഗുഡ് ക്വാളിറ്റിയുള്ള ഫുഡ് സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ ഡയറ്ററി സപ്ലിമെൻറ്റ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. ഇന്നും നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മേഖലയാണ് സപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇന്നും ഇവിടെ കേരളത്തിൽ വന്നിട്ട് തന്നെ 28 കൊല്ലത്തോളമായി സപ്ലിമെൻറ്റേഷൻ എന്നുള്ള ഈ ഒരു ഡിവിഷൻ, ഈ ഒരു സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ കേരളത്തിൽ വന്നിട്ട് 28 വർഷത്തോളമായി. എന്നിട്ടും ഇന്നും ഇതിനെതിരെയാണ് നമ്മുടെ കാഴ്ചപ്പാടിന് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സപ്ലിമെൻറ്റേഷൻ, ഡയറ്ററി സപ്ലിമെൻ്റ് എന്താണ്, അല്ലെങ്കിൽ ഫുഡ് സപ്ലിമെൻ്റ് എന്താണ്, അത് നമുക്ക് ആവശ്യമുണ്ടോ, ആവശ്യമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് ആവശ്യം, മരുന്നും സപ്ലിമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, മരുന്നുകൾ എന്താണ്, മരുന്നുകൾ നമുക്ക് എന്താണെന്ന് തീർച്ചയായും നമുക്കറിയാം. അപ്പോൾ സപ്ലിമെൻറ്റ്സ് എന്താണ്, എന്തുകൊണ്ടാണ് മെഡിക്കൽ ഡോക്ടേഴ്സ് സപ്ലിമെൻറ്റ് റെക്കമെൻഡ് ചെയ്യാത്തത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആഡ് ചെയ്തുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി ആരംഭിക്കുകയാണ്. ഞാൻ ഒരു യൂട്യൂബ് ചാനലിൽ കൂടെ തന്നെയാണ് ഇത് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ കൂടുന്ന ഉള്ള ചെറിയ വീഡിയോസ് എപ്പിസോഡുകളായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. എല്ലാവരും സഹകരിക്കുക, എല്ലാവരും കാണുക. നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ നിങ്ങളത് പോയിൻറ്റ്സ് ഉപയോഗിച്ച് ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ട് കളഞ്ഞേക്കുക. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം, നന്ദി.